ഏയ് നമസ്കാരോടെ. വല്ല സുഖമുണ്ടാടേ. എന്തുവാടേ ഈ സോഷ്യൽ മീഡിയ തുറക്കുമ്പം അങ്ങ് കുറെ ദിവസം കൊണ്ട് അങ്ങ് തട്ടം ഇടുന്നവര് തട്ടം എടുത്ത് മാറ്റി ഓടിക്കോ ചാടിക്കോ. എന്തുവാടേ ഇത്? വസ്ത്രം ധരിക്കാൻ പോലുള്ള അവകാശമില്ലേ ജനങ്ങൾക്ക്? ഞാൻ അറിയാൻ വേണ്ടിട്ട് ചോദിക്കുക. നമുക്ക് ഇതൊന്നും അറിഞ്ഞൂടാ. നമ്മൾ വസ്ത്രം ധരിക്കുക, എന്തെങ്കിലും ധരിക്കണമല്ലോ. സാധനം അണിയാൻ നടക്കാൻ പറ്റുമോ? മുണ്ടില്ലാ നടക്കാൻ പറ്റുമോ? നടക്കാൻ പറ്റത്തില്ല. ആ പോട്ടെ. ഈ സിസ്റ്റർ ഒരു കാര്യം ചെയ്യണം. സിസ്റ്റർ തട്ടം മാറ്റിയിട്ട് പറയണം ആ കുട്ടിയെടുത്ത്, മോളെ നാളെ മോളെ ഇതേപോലെ വരണം. ഹിസ്റ്ററി തട്ടം ഇട്ടിട്ട് പിന്നെ അവര് തട്ടം മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ അംഗീകരിക്കത്തില്ല, കുറെ ആൾക്കാർ അംഗീകരിക്കും. സിസ്റ്റർ ആ തട്ടം ഒന്ന് എടുത്ത് മാറ്റിയേ. ആ തട്ടം എടുത്ത് മാറ്റിയിട്ട്, മോളെ നീ നാളെ മുതൽ എന്റെ സ്കൂളിൽ പഠിക്കാൻ വരുമ്പം മദർ വരുന്ന കണക്ക് വരണം, സിസ്റ്റർ വരുന്ന കണക്ക് വരണം എന്ന് പറയാൻ സിസ്റ്ററെ കൊണ്ട് പറ്റുക. എന്നിട്ട് പോയി സംസാരിക്കും. അതല്ല സിസ്റ്റർ എന്ത് പറഞ്ഞാലും കേൾക്കത്തില്ല. ഇന്നലെ ഒരുത്തം പറയാം ഖുറാനേക്കായും വലിയ ബുക്ക് അവൻ എഴുതും. ഒലത്ത് വലിയ നീണ്ട ഒലത്ത് ഒന്ന് പോയി ജോലി നോക്കുന്നുണ്ട. കുറെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ആൾക്കാരെ പറ്റിച്ച് വെറുതെ വീട്ടിൽ ഇരുന്ന് ഒരു ജോലിക്കും പോത്തില്ല. എന്നിട്ട് ഇങ്ങനെ എടുക്കും. ഇതിനകത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളണം. ഈ പറയുന്നതിനകത്ത് ഈ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് എല്ലാം 40-45 വയസ്സിന് മേപ്പോട്ട് ഏജുള്ളവരാണ്. ഏതെങ്കിലും ചെറുപ്പക്കാർ പിള്ളേർ, ഏതെങ്കിലും സ്കൂൾ പിള്ളേർ, അതല്ലെങ്കിൽ 10-25 വയസ്സുള്ള ഒരു, അല്ലെങ്കിൽ ഈ വെറും കൗമാരപ്രായക്കാർ വല്ലതും ഈ പ്രശ്നത്തിന് വല്ലതും പോകുന്നുണ്ടാ? ഇപ്പൊ ഇതുവരെ ഇത്രയും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മുഴുക്കൈ ഈ കിളവന്മാരാ. എനിക്കും പ്രായമൊക്കെ ഉണ്ട്. അതിൽ 90% ഈ തൈക്കളവന്മാർക്കും ഭയങ്കര ഒരു അഹന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്ന് കൊഴുത്ത് എല്ലിനിടയിൽ കയറും. എന്നിട്ട് മക്കളൊക്കെ അങ്ങ് എവിടെ പോകും? കല്യാണം കഴിച്ചു പോകും, ഇല്ല ഒറ്റയ്ക്കാവും. അവസാനം ഈ ഒറ്റയ്ക്കാകുമ്പോഴത്തേക്കില്ല തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഇരുന്നിട്ട് ആരെ പുറത്ത് എന്ന് കയറണം, അവരെ പുറത്തോട്ട് എന്ന് കയറാന്ന് പറയുന്നത്. പക്ഷെ ഈ കയറുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇനി വളർന്നു വരുന്ന തലമുറയും നിങ്ങളൊപ്പമാണ് നിൽക്കുന്നത്. ഈ കുഞ്ഞുങ്ങളൊക്കെ ഇത് കേൾക്കുന്നതല്ലേ? ഒരു വിവരം എന്ന് പറയുന്നതും ഒരു വിവേകം എന്ന് പറയുന്നതും ഈ സാധനങ്ങൾക്കില്ല. അത് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. കുത്തിത്തിരിപ്പ്, അടിയുണ്ടാക്കല്, ജാതി എന്ന് പറയുന്ന ഒരു 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 വൃത്തികെട്ട വാക്കുണ്ടല്ലോ, വെറും വൃത്തികെട്ട വാക്ക. അത് പട്ടിത്തീട്ടത്തിനകത്ത് ചാളപ്പുളി വെച്ച് അടിക്കുന്നവനെ ജാതി പറയാൻ നടക്കും, അല്ലാത്തവരൊന്നും ജാതി പറയാൻ നടക്കത്തില്ല. അത് മനസ്സിലായില്ലേ? ഞാനങ്ങ് തുറന്നു പറയുക. അതായത് പട്ടിത്തീട്ടത്തിനകത്ത് ചാളപ്പുളി ഒഴിച്ച് ഞെവിടി കഴിക്കുന്നവനെ രാഷ്ട്രീയമല്ല മതം പറയും.